So just to know the crowd, how many of you guys, നിങ്ങൾ ആരൊക്കെ ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്? ചാറ്റ് ജി പി ടി, ജെമിനൈ. Oh, I think that is, oh, okay. There are still people who are using ChatGPT. How many of you guys are കുറച്ച് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്? എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസോ അങ്ങനെയുള്ള? ഓക്കെ, ദാറ്റ് ഇസ് കുറച്ച് ഫ്യൂ ആണ്. സോ ഐ തിങ്ക് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് അലോഷ്. ഐ തിങ്ക് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എവിടെയാണ് ഇപ്പോൾ നമ്മൾ എ ഐ എത്തി നിൽക്കുന്നത് എന്നുള്ളത് വെരി സിമ്പിൾ ടേംസിൽ. സോ ഐ തിങ്ക് ഇപ്പോൾ ചാറ്റ് ജി പി ടി സംഭവങ്ങളിലെല്ലാത്തിനേക്കാളും ഇപ്പോൾ റൈറ്റ് നൗ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓപ്പൺ ക്ലോ, അതായത് മോർ ഏജൻറ്റിക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ദേ ആൻസർ. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് ആൻസർ തരുന്നു എന്നുള്ള രീതിയായിരുന്നു. ഇപ്പോൾ റൈറ്റ് നൗ നമ്മൾ എത്തി നിൽക്കുന്നത്, നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തു തരും. വെറുതെ ചെയ്തു തരല്ല. ഇപ്പോൾ ഓപ്പൺ ക്ലോയിലൊക്കെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് അതായത് വിത്തിൻ ഒരു ടൈം ലിമിറ്റിൽ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു ടാസ്ക്, റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ. സോ അങ്ങനെ ഒരു പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സോ യാ, യു ഹാവ് എനിത്തിങ് ടു ആഡ്? അപ്പോൾ അക്സ പറഞ്ഞ പോയിന്റ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട്, സോ ഇപ്പോൾ ഓപ്പൺ ക്ലോഡ് റിലീസ് വന്നുകൊണ്ട് കുറേ ആൾക്കാർ അവരുടെ ബിസിനസ്സസ്, അവരുടെ കമ്പനീസും 90% ഓഫ് ദർ വർക്ക്സ് ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. അതും വളരെ വലിയൊരു ഡെവലപ്മെൻ്റ് ആണ്. ബിക്കോസ് ഈ ഒരു ഓഡിയൻസിൽ ടെക്കീസ് ഉണ്ടാവും, നോൺ ടെക്കീസും ഉണ്ടാവും. ആൻഡ് ഓപ്പൺ ക്ലോ വാസ് ബിൽഡ് ഫോർ ബോത്ത് ഓഡിയൻസസ്. അതായത് ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ബെയർ മിനിമം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഒരു എ ഐ ഏജൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുടെ മിക്ക ടാസ്കുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഐ തിങ്ക് യു റീച്ച്ഡ് എ പോയിന്റ് വേർ ഇപ്പോൾ എയുടെ ജസ്റ്റ് ഒരു 1 ലൈനിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഓട്ടോമേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ നമുക്ക് ബിസിനസ്സിൻ്റെ റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടണം, എവിടെയെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പറയണമെങ്കിൽ ദ എ ഐ ക്യാൻ ഡു ദാറ്റ് അറ്റ് ദിസ് പോയിന്റ്. ആൻഡ് ഐ തിങ്ക് നമുക്ക് ഇവിടുന്ന് വി ക്യാൻ ടേക്ക് ഓഫ് വിത്ത് ഓപ്പൺ ക്ലോസ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഹൗ ബിസിനസ്സസ് ആൻഡ് സ്റ്റാർട്ടപ്സ് ആർ ഡൂയിങ് വെൽ ഇൻ ദി ഇൻഡസ്ട്രി. Aksa? സോ ഇപ്പോൾ നമ്മളുടെ അവിടെ ഇപ്പോൾ സ്റ്റാർട്ടപ്പിലാണെന്ന് വെച്ചാലും എവിടെയാണെന്ന് വെച്ചാലും നമ്മൾ ഭയങ്കരമായിട്ട് കേട്ട് വരുന്നതാണ് ഇപ്പോൾ വിസിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു റീലിടണം എങ്കിൽ ഐ നീഡ് ടു കുറച്ചധികം സ്ക്രോൾ ചെയ്ത് കറൻ്റ്ലി എന്താണ് പോപ്പുലറായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഫൈൻഡ് ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്തിട്ട്, അതായത് ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് വേണം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. ഇതിപ്പോൾ എനി ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ടീംസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ക്ലോ ഒക്കെ വെച്ചിട്ട്, അതായത് ദർ ആർ ടൂൾസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനൊരു ടാസ്ക് പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റെഗുലർ ഇപ്പോൾ ഓരോ ആഴ്ചയും എത്രയാണ് ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആഴ്ചയും പോയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് ട്രെൻഡിങ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു സബ്മറി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യുക ഫോർ അവർ നെക്സ്റ്റ് റീൽ. ഇങ്ങനത്തെ ഒക്കെ കുറേ അധികം വർക്ക് ഫ്ലോസൊക്കെ ഓപ്പൺ ക്ലോ വെച്ചിട്ട് ഇപ്പോൾ ഇംപ്ലിമെൻറ്റബിൾ ആണ്. അത് പറഞ്ഞപ്പോഴാണ് കുറച്ച് എക്സാമ്പിൾസ് എൻ്റെ മനസ്സിൽ വന്നത്. സോ ഞാൻ നോക്കിയപ്പോൾ ലോഡ് ഓഫ് സ്റ്റാർട്ടപ്സ്, മെയിൻലി US ബേസ്ഡ് സ്റ്റാർട്ടപ്സ് ഇപ്പോൾ അവർ ഓപ്പൺ ക്ലോ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കസ്റ്റമർ കെയർ സപ്പോർട്ടിലൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ഓപ്പൺ ക്ലോ ഭയങ്കര ഇൻറ്റഗ്രേറ്റബിളാണ്. ഇപ്പോൾ മോസ്റ്റ്ലി കസ്റ്റമർ കെയർ ഒക്കെ റൗട്ട് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് ത്രൂ ദീസ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ടെലഗ്രാം, വാട്സാപ്പ് ഒക്കെ. അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള കസ്റ്റമർ കെയറിനൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഓപ്പൺ ക്ലോൻ്റെ ഒരു ഐ തിങ്ക് പ്രത്യേകത ഇറ്റ്സ് വെരി യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഡയറക്ട്ലി വിത്ത് ദീസ് പ്ലാറ്റ്ഫോംസ്. ആൻഡ് ഓപ്പൺ ക്ലോ തന്നെ ഹാൻഡിൽ ചെയ്യുമെല്ലാം. നമ്മൾ ജസ്റ്റ് നമ്മുടെ ബിസിനസ് എന്താണ് സോൾവ് ചെയ്യുന്നത് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഓപ്പൺ ക്ലോഡ് പറയണമെന്ന് പറഞ്ഞാൽ, ഇറ്റ് വിൽ ഡയറക്ട്ലി ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കസ്റ്റമർ. അതൊരു വേറൊരു ലെവൽ ഓഫ് ഏജൻറ്റിക് ഇൻറ്റഗ്രേഷനാണ്. ആൻഡ് ദിസ് ഹാസ് ട്രാൻസ്ഫോംഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറുന്നത്. ചൈനയിൽ ഡു യു റിമെമ്പർ ദാറ്റ് പോസ്റ്റ്? ചൈനയിൽ ദേ വർ ഇൻട്രൊഡ്യൂസിങ് ഓപ്പൺ ക്ലോ ടു people were queueൽ നിന്നിട്ട് to set up open claw. അപ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ എക്കണോമിയാണ്. മൊത്തം ടെക്കീസ് ആണെങ്കിലും 80% or 90% ഓഫ് ദർ പോപ്പുലേഷൻ ഇസ് സ്റ്റിൽ ബിഹൈൻഡ് ഇൻ ടെക്നോളജി.
അതിന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ദ ചൈനീസ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ്ഡ് എ ഹോൾ ക്യാമ്പയിൻ ടു ബ്രിങ് ഓപ്പൺ ക്ലോ ടു ദി ഓഡിയൻസ്. അതായത് വയസ്സുള്ള ആൾക്കാർ, പ്രായമായിട്ടുള്ള 60+ ആൾക്കാർ, ദേവർ ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഓപ്പൺ ക്ലോ. എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഹാർഡായിട്ടുള്ള ടാസ്ക്സ് അല്ലെങ്കിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഓപ്പൺ ക്ലോ വെച്ചിട്ട് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അത് വേറൊരു ലെവൽ ഓഫ് സപ്പോർട്ടാണ്, വേറൊരു ലെവൽ ഓഫ് തിങ്കിങ് ആണ്. തിങ്ക് ഇപ്പം ഞാനാണെന്ന് വെച്ചാൽ ഇപ്പോൾ റൈറ്റ് നോ ഇൻറ്റേൺഷിപ്പ് വർക്ക് ചെയ്യുന്നത് വി ആർ ആക്ച്വലി ബിൽഡിങ് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാണ്. അതായത് അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിനൊക്കെ അവരുടെ എന്തെങ്കിലും ബിസിനസ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ ടീമിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആൾക്കാർക്ക് വേണ്ടി വരുമല്ലോ, ബിസിനസ് ഓണേഴ്സിന് വേണ്ടി വരും. സോ അവർക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ദേ ഹാവ് ടു ടോക്ക് ടു ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ച് അതിൽ നിന്ന് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് കണ്ടുപിടിച്ചിട്ട് റിക്വയർമെൻറ്റ്സ് എടുത്തിട്ട് വേണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവിടെ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ള ആളും അതുപോലെ ബിസിനസ് ഓണേഴ്സിൻ്റെ നടുവിലൊരു മിഡിൽ മാൻ ഉണ്ടാവും, അതായത് ഈ ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു പണി ഒരു ഏജൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ അങ്ങനെയൊക്കെ കുറേ അധികം തിങ്സ് അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏജൻറ്റ് ഈ ഹ്യൂമൻ്റെ അടുത്ത്, അതായത് ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്ത് സാധാരണ രീതിയിൽ നാച്ചുറൽ ലാംഗ്വേജിൽ സംസാരിച്ച് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് എടുത്ത് അത് ഒരു ആപ്പായിട്ട് അതായത് മാനേജ് ചെയ്യാൻ. ഇപ്പോൾ എന്താണ് അവർക്ക് സ്പെസിഫിക് റിക്വയർമെൻറ്റ്, അതായത് ഇപ്പോൾ ടീമിനെ മാനേജ് ചെയ്യാനോ അങ്ങനെയുള്ള സ്പെസിഫിക് റിക്വയർമെൻറ്റുള്ള ആപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അധികം ഓട്ടോമേഷൻസ് ഏജൻസ് വളരെയധികം വരുന്നുണ്ട്. ഇത്രയും വലിയ സോ ഐ ഡോണ്ട് തിങ്ക് റൈറ്റ് നൗ വി ആർ ഇൻ എ സ്റ്റേറ്റ് വെർ ഇത്രയും ദിസ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലെക്സ് ആണ്. സോ ഐ ഡോണ്ട് തിങ്ക് റൈറ്റ് നൗ വി ആർ ഇൻ എ സ്റ്റേറ്റ് വെർ ബിസിനസ് ഓണേഴ്സിന് ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക ഉള്ള സ്റ്റേറ്റിലല്ല. പക്ഷേ ദർ ആർ കുറേ അധികം വർക്ക് ഫ്ലോസ് ആൻഡ് ഓട്ടോമേഷൻസ് ആർക്ക് ബിസിനസ് ഓണേഴ്സിന്, അതായത് ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഇല്ലെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് വി ആർ എൻ. അതായത് ഇപ്പോൾ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആയിട്ടുള്ള ഇപ്പോൾ ലവബിൾ, പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വർക്ക് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓപ്പൺ എ ഐക്ക് തന്നെ എന്തുണ്ട്, ഓപ്പൺ എ ഐക്ക് തന്നെ ഏജൻറ്റ് ബിൽഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏജൻറ്റ് ബിൽഡർ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ വേഴ്സലിന് ഫ്രീ ആയിട്ട് ഏജൻറ്റ് ബിൽഡർ ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു എപ്പോഴായിരുന്നു N8-നൊക്കെ വന്ന്, അതായത് ഐ തിങ്ക് ഒരു 5 months ഒക്കെ ബാക്ക് ആയിരുന്നു തോന്നണം N8-നൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ N8-നൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു വർക്ക് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് വി ആർ മാനുവലി, അപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കൊരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് അവിടെ വേണ്ടി വന്നിരുന്നു. അതായത് അങ്ങനെ ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ അതായത് ആ ഒരു നോഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ റൈറ്റ് നൗ ഈ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സാധാരണ പ്രോംപ്റ്റ് ചെയ്തിട്ട്, അതായത് നാച്ചുറൽ സാധാരണ ലാംഗ്വേജിൽ എങ്ങനത്തെ ഒരു വർക്ക് ഫ്ലോ ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ആ വർക്ക് ഫ്ലോ ആൻഡ് നമുക്കൊരു ഇൻ്റർഫേസ് ബിൽഡ് ചെയ്ത് തരും. സോ ഐ തിങ്ക് വി ആർ ഇൻ ദാറ്റ് പോയിന്റ്. സോ ഈ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ തുടങ്ങി ഇപ്പോൾ അക്സ പറഞ്ഞ പോലെ N8 റിക്വയർഡ് സം ലെവൽ ഓഫ് സ്കിൽ, റൈറ്റ്? N8-നെ കുറച്ച് അറിഞ്ഞാൽ വി ക്യാൻ ബിൽഡ് എ വർക്ക് ഫ്ലോ. ഇനിയിപ്പോൾ N8-ൽ ഓൾറെഡി ഒരു AI ഫീച്ചർ ഉണ്ട്, പ്രോംപ്റ്റ് ചെയ്താൽ N8 വിൽ ക്രിയേറ്റ് ദ വർക്ക് ഫ്ലോ ഫോർ അസ്. ആ ഒരു ലെവലെത്തി. ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിൻ്റെ ആവശ്യം ചിലപ്പോൾ വരാതിരിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു കാലം വരും. സോ ദാറ്റ് വിൽ ക്രിയേറ്റ് സം സെൻസ് ഓഫ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അത് ഓൾറെഡി ഇപ്പോൾ ഒരു ഫോമോ ഉണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, മിക്ക ആൾക്കാരും ചോദിക്കുന്നത് ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ നമ്മുടെ ജോലിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു വൈബ് കോഡേഴ്സ്? വാട്ട് ഹാപ്പൻ ടു ദ പീപ്പിൾ ഹു ആർ ഓട്ടോമേറ്റിംഗ് ദ സ്റ്റഫ്? അവരുടെ വാട്ട് ഹാപ്പൻസ് ടു ദെയർ റോൾസ്? ഇപ്പോൾ ഓപ്പൺ ക്ലോ വന്നുകൊണ്ട് കുറേ മിഡിൽ മെൻ ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ട്. ദേ ഹാവ് ബീൻ ടേക്കൻ ഔട്ട് ആൻഡ് എ ലോട്ട് ഓഫ് കമ്പനീസ് ആർ ലേയിങ് ഓഫ് ദെയർ people to their employees, saying that one OpenClaw agent or instance can replace all the other technical team. എന്നൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഡോണ്ട് യു തിങ്ക് ദാറ്റ്സ് എ ബിറ്റ് ഓഫ് എ ഹൈപ്പ് ഓഫ് ദിസ് ഫിയർ? ഐ തിങ്ക് എങ്ങനെയാണെന്ന് വെച്ചാലും, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള കുറേ വർക്ക് ഫ്ലോസ് വി ഡോണ്ട് നോ അബൌട്ട് ദ ഫ്യൂച്ചർ, ഹൗ AI വിൽ ഇവോൾവ് എന്നുള്ളത്. പക്ഷേ റൈറ്റ് നൗ ഐ ഡോണ്ട് തിങ്ക് വി ആർ ഇൻ എ
പൊസിഷൻ വേർ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലല്ല റൈറ്റ് നൗ നമ്മളുള്ളത്. ബട്ട് ഫൗണ്ടേഴ്സിനും അതായത് എനി ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഇല്ലാത്ത ആൾക്കാർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ, ചെറിയ ചെറിയ സാധാരണ രീതിയിലുള്ള വർക്ക് ഫ്ലോസ് ഒക്കെ ബിൽഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ ആണ് നമ്മളുള്ളത് ഇപ്പോൾ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഹാസ് ടു ബി സംവൺ ഹൂ റിയലി അണ്ടർസ്റ്റാൻഡ്സ് ദി AI, അങ്ങനെ പറയുവാണെങ്കിൽ. സോ ആസ് എ വൈബ് കോഡർ ഞാനൊന്നും ചോദിച്ചോട്ടെ, ഈ ഓഡിയൻസിൽ ഹൗ മെനി ഓഫ് യു വൈബ് കോഡ് ഓർ ഹാവ് വൈബ് കോഡഡ് അറ്റ്ലീസ്റ്റ് വൺസ്? കാലങ്ങളായിട്ട് വൈബ് കോഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? സോ ഞാനും അക്സ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു, ലൈക്ക് വൈബ് കോഡേഴ്സ് വേഴ്സസ് വൈബ് കോഡേഴ്സ്. അതായത് ഫസ്റ്റ് ടൈം വൈബ് കോഡ് ചെയ്യുന്ന ഒരാളും കാലങ്ങളായിട്ട് വൈബ് കോഡ് ചെയ്യുന്ന ഒരാളും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈമറിനാണെങ്കിൽ ഒറ്റൊരു പ്രോംപ്റ്റിൽ എൻഡ് ടു എൻഡ് ബിൽഡ് ചെയ്യുന്നതാണ് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷെ നമുക്കറിയാം, നമ്മൾ ചോദിക്കുന്ന AI അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യുന്ന AIക്ക് ഓരോരുത്തരും ഒരു സ്റ്റൈലുണ്ട്. ചിലപ്പോൾ ക്ലോഡിനാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇൻ്റലിജൻസ്, ക്ലോഡിന് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. ChatGPT ആണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് ബഗ്ഗൊക്കെ ഉണ്ടാക്കി അതൊക്കെ റിസോൾവ് ചെയ്തിട്ട് ടൈം എടുത്തിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈബ് കോഡറിൻ്റെ നിലയിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് AI കനോട്ട് ഫുള്ളി ഓട്ടോമേറ്റ് എവറിത്തിങ്. ഇതുവരെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഒരു AI എംപ്ലോയി എന്ന് പറഞ്ഞാലും അവിടെ എവിടെയെങ്കിലും ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ഇൻ്റർവെൻഷൻ ഉണ്ടാവും, ഹ്യൂമൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദർ ഇസ് ഓൾവേസ് എ ഹ്യൂമൻ റിക്വയർഡ്. ഈ ഒരു ഇപ്പോൾ ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ബഗ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? സോ I think my take on this is that AI employees are fully AI, but somewhere ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ someone with experience is required to keep an eye on things. ഞാൻ ആക്ച്വലി ഈ ഓപ്പൺ ക്ലോ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഹോപ്പ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ഓപ്പൺ ക്ലോ എന്താണെന്നുള്ളത്. സോ ഓപ്പൺ ക്ലോ ഡു യു ഹാവ് എൻ എക്സ്പ്ലനേഷൻ ഫോർ ഇറ്റ്? ഓപ്പൺ ക്ലോ എന്താണെന്ന് ഭയങ്കര സിമ്പിൾ ലാംഗ്വേജിൽ പറയാം, കാരണം വി ഡിഡ് ടോക്ഡ് എ ലോട്ട് അബൌട്ട് ഓപ്പൺ ക്ലോ, വെരി സിമ്പിൾ ടേംസിൽ. ഓക്കെ, സോ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾക്ക് പണിയെടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഹു ക്യാൻ ഡു എവറിത്തിങ്, നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ, മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ പേരൻറ്, നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛനായിരിക്കും. ബട്ട് അങ്ങനത്തെ ഒരു വെർച്വൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാകും. ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചായ ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കും. നമ്മുടെ ഡെയിലി റൂട്ടീൻസ് എല്ലാം അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടി ഈസിയർ ആവും. സോ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റിലാണ് ഓപ്പൺ ക്ലോ ഇറക്കിയത്. ഓപ്പൺ ക്ലോ ഇസ് ജസ്റ്റ് എ ഹ്യൂമൻ വേർഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ വേർഷൻ ഓഫ് എ ഹ്യൂമൻ ദാറ്റ് നോസ് എവറിത്തിങ് അബൌട്ട് യു. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ലൈഫ് എന്താണോ, നമ്മുടെ കാര്യങ്ങൾ എന്താണോ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ എൻഡ് ടു എൻഡ് ആ ഓപ്പൺ ക്ലോ ഫുള്ളി ചെയ്തു തരും. ഇപ്പോൾ നമ്മുടെ അലാംസ് ഓട്ടോമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആപ്പ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓട്ടോമേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ യു ക്യാൻ ടെൽ ഇറ്റ് ടു ഓപ്പൺ ക്ലോ. ഓപ്പൺ ക്ലോ അത് സാധിച്ചു തരും. അപ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് എ സോഫ്റ്റ്വെയർ ദറ്റ് ഇസ് ബിൽഡ് അപ്പോൺ AI that does everything for you to the point. സോ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ദ ഫ്യൂച്ചർ ഓഫ് ടീംസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ബിസിനസ് ടീംസോ എനിത്തിങ്, ടീംസ് എന്ന് പറയുന്നത് ഇസ് ഒരു ഡീസെൻട്രലൈസ്ഡ്, അതായത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ക്ലോ, വേർ ആ ഓപ്പൺ ക്ലോ ഹാസ് ആക്സസ് ടു എവറി ഫയൽസ്, എവറി ഡേറ്റ ഉണ്ട്. സോ അവർക്ക് ഓപ്പൺ ക്ലോന് പോയിട്ട് ആർക്കെങ്കിലും ഏത് എംപ്ലോയി ആണെന്ന് വെച്ചാലും അവർക്ക് പോയിട്ട് സ്കിൽ, അതായത് എന്തെങ്കിലും വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യാം, എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ വെക്കാം എന്നുള്ളതാണ് ദ ഫ്യൂച്ചർ ഓഫ് ടീംസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാണുന്നുണ്ടായിരുന്നത്. സോ ഇനിയൊരു അടുത്ത 3-4 yearsൽ, ആൻഡ് മെനി പീപ്പിൾ ഹവ് സെഡ് ദിസ്, ജെൻസൺ വാസ് സേയിങ് ദിസ്, ഇലോൺ മസ്ക് വാസ് സേയിങ് ദിസ്, നമ്മുടെ സാം ഓൾട്ട്മൻ വരെ പറയുന്നുണ്ടായിരുന്നു. അടുത്ത 3-4 yearsൽ ചിലപ്പോൾ ടീംസ് തന്നെ ഉണ്ടാവില്ല, CEOs ആയിരിക്കും കംപ്ലീറ്റ്ലി കമ്പനീസ് റൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ എൻറ്റയർ എംപ്ലോയീസ് ഓർ ദി എൻറ്റയർ കമ്പനി ഇറ്റ് സെൽഫ് വുഡ് ബി 99% AI എംപ്ലോയീസ്. സോ ദെൻ ആ ഒരു ഇമാജിനറി, അതും ആയിട്ടില്ല, ബട്ട് ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മളൊക്കെ എവിടെയായിരിക്കും? Like where will you and me be? Where will the developers here be? Where will the vibe coders be? I think we should think in that like sort of angle. I think I'll be the one who
ബിൽഡ് ചെയ്യുന്ന ആൾ, ദ വൺ ഹു. സോ ഐ തിങ്ക് വി ഡോണ്ട് ഹാവ് വി ക്യാൻ, അതായത് ഇപ്പോൾ ഐ ക്യാൻ ഡു ദ മാർക്കറ്റിംഗ്, ഐ ക്യാൻ മാനേജ്, ഇപ്പോൾ ഐ നോ ഹവ് ടു സെറ്റപ്പ് ഒരു എന്താണ് അങ്ങനെ ഒരു ഇപ്പോൾ ഓപ്പൺ ക്ലോ അങ്ങനെ ഒരു സെറ്റപ്പ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ടെക്കിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വല്ല മാർക്കറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു എന്താണ് അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ടീം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ ആക്ച്വലി സെറ്റ് ദാറ്റ് അപ്പ്. ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ യു ഗൈസ് വിൽ ബി, നിങ്ങൾ വേറൊരു പ്രോഡക്റ്റിലാവും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റിൽ ഞാൻ വർക്കിംഗ് മാത്രം എനിക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇപ്പോൾ സെയിൽസോ, അതായത് ഇപ്പോൾ ഇനി കണ്ടൻറ് ജനറേഷനോ ഇതൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യം വരില്ല, എനിക്കൊരു ടീമേ ആവശ്യം വരില്ല. ഇപ്പോൾ ഐ ക്യാൻ ആക്ച്വലി വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ റെഡിറ്റിലോ അങ്ങനെയുള്ള ഏത് പ്ലാറ്റ്ഫോമുകളിലും റെലവൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഏതൊക്കെയാണെന്ന് പിക്ക് ചെയ്തെടുക്കാൻ വരെ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ടു ടേക്ക് ടൈം ഫോർ ഇറ്റ്. എനിക്ക് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ ആക്ച്വലി ഓട്ടോമേറ്റ് ദാറ്റ് വിത്ത് ഇങ്ങനെയുള്ള സിസ്റ്റംസ്, ഏജൻറ്റിക് സിസ്റ്റംസ് ആൻഡ് അങ്ങനെയുള്ള ഇപ്പോൾ എന്തെങ്കിലും യൂസേഴ്സിന് എന്തെങ്കിലും ക്വയറീസ് വരാണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി അവരെൻ്റെ അടുത്ത് തിങ്സ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ഓൾസോ ബി എന്താണ് എൻ്റെ സിസ്റ്റം തന്നെ അതിനെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞതൊന്നും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ തിങ് എന്ന്. ദിസ് ക്യാൻ ബി ഡൺ റൈറ്റ് നൗ. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഐ തിങ്ക് വൺ പേഴ്സൺ ഉള്ളൊരു ടീം, അതായത് വൺ സിഇഒ ഉള്ള ഒരു ടീം ഇറ്റ് ഈസ് നോട്ട് എ ഫ്യൂച്ചർ. ഐ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ് നൗ it is almost possible with ഈ ഓപ്പൺ ക്ലോ പോലെയുള്ള ഏജൻസ്. സോ വാട്ട് ഐ വോണ്ട് യു ഗൈസ് ടു കൂടുതൽ നോട്ട് ചെയ്യേണ്ടത് എ ഐ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ChatGPT വരെയല്ല. ഇറ്റ് ഹാസ് മൂവ്ഡ് എ ലോട്ട് ഫ്രം ദാറ്റ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മൾ കുറേ അധികം സംസാരിക്കുന്നുണ്ടായിരുന്ന ഈ ഓപ്പൺ ക്ലോ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ തിങ്സും ഓപ്പൺ ക്ലോ വെച്ചിട്ട് പോസിബിൾ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫ്രീ ഫോർ എവരി വൺ ടു യൂസ്. അത് ആൾക്കാർ ഉപയോഗിക്കാതിരുന്നതിന് ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ് സെക്യൂരിറ്റി. അതായത് നമ്മൾ ഇത്രയധികം ഫയൽസ് നമ്മളുള്ള കമ്പനി ഡേറ്റ എല്ലാം കൂടിയിട്ട് നമ്മളിതുപോലൊരു AI കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വേറെ എന്തിനെങ്കിലും വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ മറ്റൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്, അതായത് ഇതുപോലെ ജിമെയിലിന് ആക്സസ് കൊടുത്തിട്ട് ജിമെയിലിൻ്റെ മെയിൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തു, അങ്ങനെയുള്ള ഇഷ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പേടിച്ചിട്ടാണ് ആൾക്കാർ പിന്നെ ഒന്ന് ബാക്കിലോട്ട് വലിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ റീസെൻ്റ്ലി ജെൻസൺ NVIDIAയിലെ ജെൻസൺ വന്നിട്ട് നീമോ ക്ലോ ഇറക്കുന്നത്, വിച്ച് ഈസ് ഓൾസോ ഓപ്പൺ സോഴ്സ്, വിച്ച് ഈസ് ഓൾസോ ഫ്രീ ടു യൂസ്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് എനിവർ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള നീമോ ക്ലോ ഇറക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ഇനി അത് കൂടുതൽ സ്റ്റാർട്ട് ടു യൂസ് ഓപ്പൺ ക്ലോ പോലത്തുള്ള സിസ്റ്റംസ്. സോ ഐ ഡോണ്ട് തിങ്ക് വാട്ട് വി ആർ സേയിങ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. ഏജൻറ്റിക് തിങ്സ് വിൽ കണ്ടിന്യൂ എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് ബ്രിങ് ബാക്ക് ഒരു 70-80 ഇയേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ കാൽക്കുലേറ്റർ ഇറങ്ങിയ ടൈമിൽ മാത്സ് പ്രൊഫസേഴ്സിന് ഭയങ്കര ഒരു സ്കെപ്റ്റിസിസം ഉണ്ടായിരുന്നു. അതായത് കാൽക്കുലേറ്റേഴ്സ് വന്നാൽ പിന്നെ ആൾക്കാരുടെ തിങ്കിങ് കപ്പാസിറ്റി കുറയും, കണക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറയുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കാൽക്കുലേറ്റേഴ്സ് വന്ന കാരണം തന്നെ മാത്സ് നമുക്കിപ്പോൾ പെട്ടെന്ന്, അതായത് ടഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ബിക്കോസ് നമ്മൾ കാൽക്കുലേറ്ററിനെ കൊണ്ട് നമ്മളെല്ലാം റീപ്ലേസ് ചെയ്യിപ്പിച്ചത്, വി റീപ്ലേസ്ഡ് ഓർ അതർ ഇറ്റ്സ് ഹെൽപ്പിംഗ് അസ് ടു സോൾവ് പ്രോബ്ലംസ്. ഐ തിങ്ക് മുന്നോട്ട് പോകുമ്പോൾ വി ഷുഡ് ഈ AI ഒക്കെ വരുന്നതുകൊണ്ട് മോർ ദാൻ റെസിസ്റ്റിംഗ് ഇറ്റ് നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മുന്നോട്ട് ഒപ്പം കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. I think we can wind up then. Yeah. Thank you so much for this insightful presentation. So let me have Mr. Afzal Muttikel, Gen Robotics Medical and Mobility. Please, a big round of applause to Mr. Afzal, and he will be handing over this token of love on behalf of ScaleUp Conclave 2026. നല്ലൊരു കൈയടി കൊടുക്കട്ടെ, കാരണം ഇത് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ അവസാനത്തെ പാനൽ ഡിസ്കഷൻ ആണ്. അത് മാത്രമല്ല, we had 2 young people who made sure we all had the best time. So thank you for that. Yeah, please. Starting from Miss Aksa Rose, and this is a very humble token of love from our side, from the entire team of ScaleUp Conclave 2026. And here we have Mr. Alosh,
Denny, Mr. Alosh, Denny, Mr. Afzal will be handing over this on behalf of everybody present here. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പേര് എല്ലാവരും ചേർന്ന് നന്നായിട്ടൊന്ന് കൈയടിക്കാം. ഇത് ചെറിയ റിക്വസ്റ്റ് ആണ്, ബിക്കോസ് നമ്മളുടെ ആ ഒരു സപ്പോർട്ടാണ് ഓരോ സ്പീക്കറിനായിക്കോട്ടെ. It always inspires everybody to be a better version. That's it. Thank you so much.